അസ്സലാമു വറഹ്മത്തുള്ളാഹി ബഷീറാണ് അബുദാബിയിൽ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന 3 വണ്ടികളാണ്. ഈ 3 വണ്ടികളും എന്ത് കംപ്ലൈന്റ് ആയിട്ട് വന്നു, അതിന്റെ കംപ്ലൈന്റ് എന്തായിരുന്നതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ വണ്ടി 3 സീരീസ് BM ആണ്. ഓയിൽ കൂളർ പോയിട്ട് വന്നാണിത്. സത്യത്തിൽ ഇവര് 10 മാസം മുന്നേ ഈ വണ്ടിയുടെ ഓയിൽ കൂളർ മാറ്റിയതാണ്. പക്ഷെ ആ മാറ്റിയിട്ട് അതിന്റെ ഹീറ്റർ കോറിന്റെ പൈപ്പ് ശരിക്കും ക്ലീൻ ചെയ്യാത്ത കാരണം വീണ്ടും അതിന്റെ കൂളർ പോയിട്ട് വന്നാണ്. നമ്മൾ വന്നപ്പോ അവർ പറഞ്ഞു കൂളർ പോയിട്ടുണ്ടാവില്ല, ഓയിൽ മിക്സ് എന്തോ കംപ്ലൈന്റ് വന്നാണെന്ന്. നമ്മളപ്പോ തന്നെ കൺഫേം ചെയ്ത് പറഞ്ഞ അതിന്റെ ഓയിൽ കൂളർ പോയിട്ടുണ്ടാവുന്ന നമ്മുടെ ഉറപ്പിൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തപ്പോ അതിന്റെ ഓയിൽ കൂളർ പോയിട്ടുണ്ട്. ഇപ്പൊ കൂളർ മാറ്റി അതിന്റെ തെർമോസ്റ്റാറ്റ് മാറ്റി ഇപ്പൊ ഫ്ലഷിംഗ് കഴിഞ്ഞ് വണ്ടി ഡെലിവറിക്ക് റെഡിയാണ്. രണ്ടാമത്തെ വണ്ടി നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഫോർഡിന്റെ ഒരു വണ്ടിയാണ്. ഇതും അതേപോലെ ഓയിൽ മിക്സ് ആയിട്ട് വന്നാണ്. നിങ്ങൾക്ക് അറിയാം അതിന്റെ ഫ്ലഷിംഗ് കഴിഞ്ഞ് വണ്ടി ഡെലിവറി ചെയ്യാൻ കിടക്കാൻ ഓയിൽ കൂളർ പോയിട്ട് വന്നാണ്. എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് റേഡിയേറ്റർ ആൻഡ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? ഫ്ലഷിംഗിലും അതുപോലെ റേഡിയേറ്ററുമായി ബന്ധപ്പെട്ട വർക്കിലും എഞ്ചിൻ ഫ്ലഷിംഗിലും നമ്മൾ ഒന്നും കൂടി പ്രൊഫഷണൽസ് ആയ കാരണം രാജനക്കും രാജ രാജാജി രാജ എന്ന് പറഞ്ഞ പോലെ ഇതൊരു നാട്ടുരാജാവ് തന്നെയാണ് റേഞ്ച് റോവർ. അപ്പൊ ഇന്ന് ഈ റേഞ്ച് റോവർ വന്നിട്ടുള്ള ഓയിൽ മിക്സ് ആയിട്ട് പോയിട്ട് വണ്ടി ഓവർ ഹീറ്റ് ആയി അതിന്റെ ഗിയർ കൂളർ പോയി. അതിപ്പോ ഫ്ലഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഗിയർ കൂളർ മാറ്റി റേഡിയേറ്റർ മാറ്റി. അതിന് 2 റേഡിയേറ്റർ ആണ് വരുന്നത്. ഇപ്പൊ ഫ്ലഷ് ചെയ്തിട്ട് റെഡി ആയിട്ട് ഇനി ബാക്ക് ഫിക്സിങ്ങിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും പെർഫെക്റ്റ് റേഡിയേറ്റർ ആൻഡ് കൂളിംഗ് സിസ്റ്റം നിങ്ങൾക്ക് മുമ്പിൽ ഫ്ലഷിംഗിന്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺഫിഡന്റ് ആണ്. അപ്പൊ ഫ്ലഷിംഗ് ആവട്ടെ, റേഡിയേറ്ററുമായി ബന്ധപ്പെട്ടാവട്ടെ, AC-യുമായി ബന്ധപ്പെട്ടാവട്ടെ, whatever you have problem on your car, let's welcome to perfect radiator and cooling system. ഏവർക്കും സ്നേഹസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.